മോത്തി, ഞാനിപ്പോൾ നിൽക്കുന്നത് കുറ്റ്യാടി പുഴയുടെ തീരത്താണ്. മരുതോങ്കര പഞ്ചായത്തിലാണ്. മരുതോങ്കര പഞ്ചായത്തിലെ 13-ാം വാർഡ്. ഈ 13-ാം വാർഡ് നമ്മളിപ്പോൾ കാണുന്നത് ഈ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ മുറിച്ച തെങ്ങാണ്. ആ തെങ്ങിൻ്റെ ഇത് കാണാം നമുക്ക്. തൊട്ടപ്പുറത്ത് ഇതൊരു വലിയ ഗർത്തമായി മാറിയിരിക്കുകയാണ്. കുറ്റ്യാടി പുഴ ശക്തമായിട്ട് ഒഴുകുകയാണ്. അതായത് ഏകദേശം ഇപ്പോൾ ഇന്നലത്തെ കൊണ്ട് തന്നെ ഒരു 5-6 മീറ്ററോളം ഈ പുഴയെടുത്തു, ഈ തീരം പുഴയെടുത്തിരിക്കുന്നു. ഇതിന് തൊട്ടപ്പുറത്ത് മറ്റ് വീടുകളുണ്ട്, നിരവധിയായിട്ടുള്ള വീടുകളുണ്ട്. നമുക്ക് തൊട്ടപ്പുറത്ത് ആ വീടുകളൊക്കെ കാണുകയും ചെയ്യാം. ഈ വീട്ടുകാരൊക്കെ വലിയ ഭീഷണിയിലാണ്. കാരണം ഇനിയും ഈ പുഴ ശക്തിയായി ഒഴുകിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇവിടെ മൊത്തം ഇടിഞ്ഞു പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് വരും. ഇപ്പോൾ ഇവർ ഈ തെങ്ങ് ഇന്നലെ വെട്ടിയത് ഈ തെങ്ങിൻ്റെ വെയിറ്റ് കൊണ്ട് മണ്ണ് അങ്ങോട്ടേക്ക് പോകണ്ട എന്ന് കരുതി വെട്ടിമാറ്റിയതാണ്. പക്ഷേ ആ തെങ്ങും കുറ്റി നമുക്കവിടെ കാണാം. ആ തെങ്ങും കുറ്റി നിൽക്കുന്ന അവിടെ മൊത്തം ഇപ്പോൾ ഗർത്തമായി. ഇനി അല്പം കൂടി കഴിഞ്ഞാൽ ഒരുപക്ഷെ മൊത്തം മൂടുന്ന രീതിയിലേക്ക് പുഴ കയറുന്നൊരു സ്ഥിതിവിശേഷമാകും. ഇവിടെ ഈ പ്രദേശവാസികൾ ഇവിടെ ഉണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം. ചേച്ചി, വലിയൊരു ഭീതിയിലാണല്ലേ? പിന്നെ ഇനി എല്ലാവരുടെയും 4 കൊല്ലമായി എൻ്റെ വയ്യ തന്നെ നടക്കുന്നത്. കുറേ ആയി, 10 കൊല്ലമായി. നേരെ ഇനിയിപ്പോൾ 4 കൊല്ലം തുടർച്ചേനെ എൻ്റെ വയ്യ നടന്നിട്ട് എൻ്റെ വീട് വേണമെന്നും പറഞ്ഞിട്ടുള്ള ഇത് പരാതി എല്ലാവരുടെയും കളക്ടറെടുത്ത് കൊടുത്ത്, മന്ത്രിക്ക് കൊടുത്ത്, എല്ലാവരുടെയും ഞാൻ കൊടുത്ത്, എല്ലാവരുടെയും കൊടുത്തിട്ടൊന്നും ഒരു ഇത് കിട്ടിയിട്ടില്ല എനിക്ക്. നേരെ ഇപ്പം പൈസ പാസ്സാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് അതും ഒന്നും ഈ ആദ്യം മഴ പോയതിന് ശേഷം അതും ഒന്നും ആക്കി തന്നില്ല. നടുകോരിയിടാൻ പറഞ്ഞിട്ട് അതും ഞാൻ പഞ്ചായത്തിലെല്ലാം ഞാൻ പോയി കാല് പിടിച്ചത്, എല്ലാവരുടെയും കാല് പിടിച്ച്. ആരും ഞങ്ങളെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. വാർഡിലായിക്കോട്ടെ, വാർഡിലെ മെമ്പറോട് പറഞ്ഞ്, ഞാൻ പ്രസിഡൻറ്റോട് പറഞ്ഞ്, എല്ലാവരുടെ അടുത്തും ഞാൻ പോയി. എനിക്കൊന്ന് കോരി ഇങ്ങോട്ട് ഇട്ട് തന്നാൽ എൻ്റെ ഈ ഒരു പുര മാത്രം നിന്ന് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് പുര നിൽക്കുക. ഞങ്ങൾക്ക് നാട്ടുകാരും എല്ലാവരും കൂടി ഉണ്ടാക്കി തന്ന പൊരിയ അത്. എനിക്ക് 3 പെൺകുട്ടികളാണ്. എനിക്ക് പിന്നെ എൻ്റെ മാപ്പിളെന്ന് വെച്ചാൽ കാലിനും കൈക്കും ഒരു ആഫിയത്തില്ലാത്ത തന്നെ. എന്നിട്ട് ഒരു പഞ്ചായത്തിൽ നിന്നൊരു വണ്ടി ഇട്ടിട്ട് അവിടെ ഒരു പെട്ടിക്കട നടത്തിയിട്ട് ഞാനും അതിനുള്ള ആക്കിയിട്ടാണ് ഞങ്ങളെ ജീവിതം. അങ്ങനെ ജീവിച്ചെന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ട് എൻ്റെ പുര എനിക്ക് പോയി പോർത് നേച്ചിട്ട് എന്നിട്ട് പോലൊന്നും ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഞാൻ ഇപ്പം മന്ത്രി വന്നേരം ഇവിടെ വന്നേരം ഓടിക്കും കൊടുത്ത് നിവേദനം എല്ലാവരുടെയും പൈക്ക് ഞാൻ തന്നെ നേരിട്ട് പോയതാണ്. എന്നിട്ടൊന്നും ഒരു ഇതാക്കി തന്നിക്കില്ല എനിക്ക്. അടുത്തേക്ക് പുഴ എത്തിയിട്ട് ഞങ്ങൾ എന്തെന്നാ ചെയ്യേണ്ടതെന്നുള്ളത് തിരിയുന്നില്ല. എവിടെയാ പോവാനും ഇല്ല. മക്കളെ കെട്ടിച്ചെടുത്തിലൊന്നും പോവാൻ പറ്റൂലല്ലോ. അങ്ങനത്തെ ഒരു ഭീഷണിയില്ല. മഴ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ശക്തമായിട്ട് തുടരുകയാണ്. അപ്പോൾ ഈ മഴ ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഇന്ന് രാവിലെ പൊലച്ചക്കിടിഞ്ഞതായത്. ഞാൻ രാത്രി ഉറങ്ങലില്ല. ഞാൻ ഇങ്ങനെ വന്നു നോക്കിക്കൊണ്ടിരിക്കും. അന്നേരം എൻ്റെ ഭർത്താവിന് പെട്ടെന്ന് പോകാനാവില്ല, എണീക്കാനൊന്നും ആവില്ല. അതുകൊണ്ട് എവിടെയും പോകാനും പറ്റില്ല. അന്നേരം ഞാൻ ഇങ്ങനെ എണീച്ച് വന്ന് നോക്കും. നേരം 3 മണിക്കാൻ നോക്കുമ്പോൾ ഇല്ല, ഇടിഞ്ഞിക്കില്ല. 3 മണിക്ക് ശേഷം ഇത് ഇടിയുന്നു. നേരം ഇപ്പം രാവിലെ ആദ്യം ഇടിഞ്ഞത്. അത് ഞങ്ങളിവിടെ നിൽക്കുന്നതിൻ്റെ ഒരു 1 മീറ്റർ പോലും ദൂരമില്ല അപ്പുറത്തേക്ക് പുഴ ഇടിഞ്ഞ സ്ഥലം. അതായത് ഇപ്പോൾ ഇന്നലെ കണ്ട ഇന്നലെ ഇവർ നിന്നിരുന്ന സ്ഥലം, അതായത് ആ തെങ്ങുംകുറ്റിയൊക്കെ നിൽക്കുന്ന സ്ഥലത്ത് ഇവർക്ക് നിൽക്കാൻ കഴിയുമായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്നതൊരു വലിയൊരു ഗർത്തമായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം ഓരോ ദിവസം ചെല്ലുന്തോറും ഇങ്ങനെ ഇടിഞ്ഞിടിഞ്ഞ് പോവുകയാണ്. ചേട്ടാ, ഇവിടെ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് എത്ര വീടുകളുണ്ട് മൊത്തത്തിൽ? ഇപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 6ഓളം വീടുകൾ ഇപ്പം ഈ ഇടിയൽ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. ഇതെല്ലാം സാധാരണക്കാരായ കുടുംബങ്ങളാണ് എല്ലാവരും. നിരവധി തവണ നമ്മളിപ്പോൾ 2019 ജനസമ്പർക്ക പരിപാടി വെച്ചിട്ട് കളക്ടർ സാംബശിവ റാവുവിന് ഇവരെല്ലാം കൂട്ടായി പോയിട്ട് നമ്മളെ കൂട്ടായി പോയിട്ട് പരാതി കൊടുത്തു. അതിൻ്റെ മുമ്പും പരാതി കൊടുത്തു. നമുക്ക് ആകെയുള്ള വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുഴ പൂർവ്വസ്ഥിതിയിൽ ഗതിക മാറി ഒഴുകിയതാണ്. കാരണം അവിടെ ആ കാണുന്ന നടുക്ക് കാണുന്ന ആ കാട് എന്ന് പറയുന്നത് പിന്നെ ഒരു തുരുത്ത് രൂപപ്പെട്ടതാണ്. ആ രൂപപ്പെട്ടതുകൊണ്ട് പുഴ ഈ ഗതി മാറി ഒഴുകിയതുകൊണ്ടാണ് ഇത്രയും ഭീഷണികൾ ഈ ഭാഗത്തേക്ക് വന്നത്. ആ ഭാഗം മണ്ണ് അന്ന് നമ്മൾ പല തവണ ആവശ്യപ്പെട്ടതാണ്. ആ മണ്ണ് കുറച്ച് മേൽഭാഗത്ത് നീക്കിയിരുന്നെങ്കിൽ ഇത്രയും ഭീഷണികൾ ഇവർക്ക് ആർക്കും വരെ ആയില്ലായിരുന്നു. ഈ ഒരു അവസ്ഥ ആയില്ലോ. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാം വയ്യായികയുള്ള കുടുംബക്കാരാണ്. ഇവരെ ദുരിതം അനുഭവപ്പെടുകയാണ്. ശക്തമായ മഴയുടെ ദുരിതം അക്കൂട്ടത്തിലാണ് ഇതും. ശ്യാംപ്രസാദ് റിപ്പോർട്ട് ചെയ്തതുപോലെ കുറ്റ്യാടി പുഴയുടെ തീരത്ത് താമസിക്കുന്ന വീട്ടുകാർക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ പറ്റിയാണ് ഈ പറഞ്ഞത്.